നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്ത് ഒരാളിൽ എംപോക്സ് സംശയിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിദേശത്ത് നിന്നെത്തിയ യുവാവിലാണ് രോഗലക്ഷണം കണ്ടത്. ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റി. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന AAY കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NPI കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലകളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഇന്ന് നിർവഹിക്കും. ADGP MR അജിത് കുമാർ അവധി നേരത്തെയാക്കാൻ സാധ്യത. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് നിലവിൽ അവധി അനുവദിച്ചിരിക്കുന്നതെങ്കിലും ആരോപണങ്ങളും നിലവിലെ വിവാദങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും അന്വേഷണം നടക്കുന്നതിനാലും നേരത്തെ തന്നെ അവധി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അവധിയിൽ പോകുന്നത് തെളിവുകൾ അട്ടിമറിക്കാനാണെന്നും PV അൻവർ MLA ആരോപിച്ചു. മാമി തിരോധാനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്. ഇതിന് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. CBI വരണമെന്ന ആവശ്യത്തിൽ നിന്നും തൽക്കാലം പിന്മാറാൻ കുടുംബത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം ADGPയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് നല്ലതിനായി പ്രാർത്ഥിക്കാമെന്നായിരുന്നു അൻവറിൻ്റെ മറുപടി. ADGP അജിത് കുമാറിന് ക്വാറികളിൽ നിന്ന് മാസപ്പടി കിട്ടുന്നുണ്ടെന്നും കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും PV അൻവർ MLA പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരെന്നും പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടതെന്നും സർക്കാർ അത്തരമൊരു തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ADGP MR അജിത് കുമാർ ആരെ കാണാൻ പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPMുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്നും ADGPയും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് മാധ്യമങ്ങളാണെന്നും അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും CPM ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ADGPയുടെ RSS കൂടിക്കാഴ്ച ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നുവെന്നും അതിൻ്റെ വിവരം വിശദമാക്കണമെന്നുള്ള ദുർബലമായ പ്രതികരണമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയെന്നും UDF കൺവീനർ MM ഹസൻ കുറ്റപ്പെടുത്തി. CPIയെ തകർക്കുന്നതിൽ ഗൂഢാലോചന നടത്തിയ ADGPയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പൂരം കലക്കിയതിലുൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ നിന്ന് അന്വേഷണം നടത്തണമെന്ന് പറയാനുള്ള മിനിമം ധൈര്യം CPI കാണിക്കണമെന്ന് MM ഹസൻ വ്യക്തമാക്കി. കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമി തിരോധന കേസിൽ പോലീസിനുണ്ടായ വീഴ്ചകളും സംശയങ്ങളും കേസ് പുതുതായി ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ പരാതിയുമായി നൽകുമെന്ന് കുടുംബം. പുതിയ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും CBI വരണമെന്ന ആവശ്യത്തിന് ഇനി എന്ത് നിലപാടെടുക്കണമെന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിൻ്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 6 മണിക്ക് പ്രതിഷേധ തീപ്പന്തം നടത്തുമെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി M ലിജു പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ തീപ്പന്തത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലീഡർ K കരുണാകരൻ്റെ മകൻ K മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് VD സതീശനും സംഘവും ബലിയാടുകയായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. അവിടെ വിജയസാധ്യത VS സുനിൽകുമാറിനായിരുന്നു എന്നാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നതെന്നും അതുകൊണ്ട് തങ്ങളുടെ വോട്ട് LDFിലേക്കാണ് പോയതെന്നും പറയുന്നു. അപ്പോൾ പിന്നെ വിജയസാധ്യതയില്ലാത്തടത്ത് എന്തിനാണ് K മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതെന്നും K സുരേന്ദ്രൻ ചോദിച്ചു.
ഗോവയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നുവെന്നും ക്രിസ്ത്യാനികൾ കുറയുന്നുവെന്നുമുള്ള ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പരാമർശം വിവാദത്തിൽ. എറണാകുളം കരുമാലൂർ സെന്റ് മേരീസ് പള്ളിയിൽ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ ശ്രീധരൻപിള്ള നടത്തിയ പരാമർശമാണ് വിവാദത്തിലായത്. സംസ്ഥാനത്ത് അവയവം മാറ്റിവയ്ക്കൽ പ്രക്രിയ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ ഉപദേശക സമിതി രൂപീകരിച്ച് വിജ്ഞാപനമിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് വുമൻ ഓർഗൻസ് ആക്ട് പ്രകാരമായിരിക്കും ഈ സമിതി പ്രവർത്തിക്കുക. അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഉപദേശക സമിതിയുടെ ചുമതലകൾ. നടിക്ക് കാശ് വാഗ്ദാനം ചെയ്ത് വഴങ്ങാൻ ആവശ്യപ്പെട്ടതിന് താൻ ചോദ്യം ചെയ്തതിനെ സിനിമയിൽ നിന്ന് വിലക്കിയെന്ന ആരോപണവുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. പുതിയ പ്രൊജക്റ്റുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലത്തിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം ബാഗിനുള്ളിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിനെ പുതപ്പിച്ച തുണി ജില്ലാ ആശുപത്രിയിലെ തുണിയെന്ന് ഡോക്ടർമാരുടെ നിഗമനം. കുട്ടിയെ പ്രസവിച്ചത് ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ രേഖകളുണ്ടാവും. മൃതദേഹം ഉപേക്ഷിച്ചവരിലേക്ക് വേഗത്തിലെത്താനാകും. കുട്ടിയെ മാസം തികയാതെ പ്രസവിച്ചതാണെന്നാണ് സംശയിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ കുടിവെള്ളം 4 ദിവസം മുട്ടിച്ച പൈപ്പ് ലൈൻ മാറ്റിയിടൽ പദ്ധതി പൂർത്തിയായി. പൈപ്പ് ലൈനിൻ്റെ പണികൾ പൂർത്തിയായതോടെ ഇന്നലെ രാത്രി 10ഓടെ നഗരത്തിൽ പമ്പിംഗ് ആരംഭിച്ചു. കഴിഞ്ഞ 4 ദിവസമായി മുടങ്ങിയ വെള്ളം പല ഭാഗങ്ങളിലും എത്തിത്തുടങ്ങി. പമ്പിംഗ് തുടങ്ങിയപ്പോൾ ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ തന്നെ പൂർണ്ണതോതിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ലൈൻ ഇരട്ടിപ്പിക്കലിന് മുന്നോടിയായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വാട്ടർ അതോറിറ്റി തുടങ്ങിവെച്ച പണിയാണ് നഗരവാസികളുടെ 4 ദിവസത്തെ കുടിവെള്ളം മുട്ടിച്ചത്. 48 മണിക്കൂർ പറഞ്ഞ പണി 4 ദിവസമായിട്ടും തീർന്നില്ല. തിരുവനന്തപുരം നഗരസഭയിലെ 44 വാർഡുകളിൽ ഇത്രയും ദിവസമായി തുള്ളിവെള്ളം എത്തിയിരുന്നില്ല. തലസ്ഥാനത്ത് 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. അതേസമയം മുടങ്ങിക്കിടന്ന പമ്പിംഗ് പുനരാരംഭിച്ചതുമൂലം കഴിഞ്ഞ 4 ദിവസമായി മുടങ്ങിയ വെള്ളം പല ഭാഗങ്ങളിലും എത്തിത്തുടങ്ങി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.